നിങ്ങളുടെ KEB ബില്ലിൽ ഇന്ധന സർചാർജ് അഥവാ ഫ്യൂവൽ സർചാർജ് എന്ന പേരിൽ ഒരു ചെറിയ തുക വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ 10 പൈസ, ചിലപ്പോൾ 5 പൈസ. എന്നാൽ ഇത്തവണ ബില്ലിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. എന്താണ് ഈ സർചാർജ്? നമ്മൾ എന്തിന് നൽകണം? ഈ മാസത്തെ പ്രത്യേകത എന്താണ്? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എന്താണ് ഈ ഫ്യൂവൽ സർചാർജ്? നമ്മുടെ കേരളത്തിലെ വൈദ്യുതിയുടെ ഏകദേശം 70% നമ്മൾ പുറത്തു നിന്നുള്ള തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും വാങ്ങുന്നതാണ്. അവിടെ കറണ്ട് ഉണ്ടാക്കാൻ കൽക്കരിയും ഗ്യാസും വേണം. കൽക്കരിയുടെ വില കൂടുമ്പോൾ KEBക്ക് കറണ്ട് വാങ്ങിക്കാനുള്ള ചെലവും കൂടും. ഈ അധിക ചെലവാണ് ഫ്യൂവൽ സർചാർജായി നമ്മുടെ ബില്ലിൽ വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സാധനം വാങ്ങാൻ പോകുമ്പോൾ പെട്രോൾ വില കൂടിയാൽ വണ്ടിക്കൂലി കൂടുന്നത് പോലെ. പലരും ചോദിക്കാറുണ്ട്, ഓൾറെഡി യൂണിറ്റ് റേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത് വേറെ വാങ്ങുന്നതെന്ന്. യൂണിറ്റ് റേറ്റ് എന്നത് സ്റ്റാറ്റിക് ആണ്, എന്നാൽ ഇന്ധന വില മാസം തോറും മാറാം. ബോർഡിന്റെ ഈ അധിക ബാധ്യത നികത്താനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇതിന് അനുമതി നൽകുന്നത്. 2023 വന്ന പുതിയ നിയമപ്രകാരം ഓരോ മാസവും ഈ വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ബില്ലിൽ പ്രതിഫലിപ്പിക്കാൻ KEBക്ക് അധികാരമുണ്ട്. ഇനി എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം പറയാം. സാധാരണ സർചാർജ് കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ 2026 മാർച്ചിലെ ബില്ലിൽ KEB സർചാർജ് കുറച്ചു നൽകുകയാണ്. അതായത് ജനുവരി മാസത്തിൽ കറണ്ട് വാങ്ങിയ ചിലവ് കുറഞ്ഞതുകൊണ്ട് ആ ലാഭം ഉപഭോക്താക്കൾക്ക് നൽകുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു കുറവ് വരുന്നത്. മാസത്തിൽ ബില്ലടയ്ക്കുന്നവർക്ക് യൂണിറ്റിന് 2 പൈസയും 2 മാസത്തിൽ ഒരിക്കൽ അടയ്ക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും കുറഞ്ഞു കിട്ടും. 1000 വാട്ട്സിൽ താഴെ ലോഡ് ഉള്ളവർക്കും മാസത്തിൽ 40 യൂണിറ്റിൽ താഴെ കറണ്ട് ഉപയോഗിക്കുന്നവർക്കും ഈ സർചാർജ് ബാധകമല്ല. കൂടാതെ ഗ്രീൻ എനർജി താരിഫ് ഉപയോഗിക്കുന്നവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ധനവിലയിലെ വ്യതിയാനത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒന്നാണ് ഫ്യൂവൽ സർചാർജ്. ഈ മാസം നിങ്ങളുടെ ബില്ലിൽ വരുന്ന കുറവ് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.